വളരെ പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനായി 1.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അഴുക്കെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: ഒരു 5 മീഡിയം സവാള അരിഞ്ഞത്, 1 കപ്പ് മല്ലിയില, ഏകദേശം 3/4 കപ്പ് പുതിന ഇല, 2 തക്കാളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 1 നാരങ്ങ നീര് നമുക്ക് ചോറിൽ ചേർക്കാനാണ്. പിന്നെ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായി 2 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, റൈസൻ, കാഷ്യൂ. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, നെയ്യ്, ഉപ്പ് ആവശ്യത്തിന് വെള്ളം. ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ചിക്കൻ പെട്ടാനായി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ വിനിഗർ, ഞാൻ പറയാൻ വിട്ടുപോയി, ഈ വിനിഗർ അതും ഇതോടൊപ്പം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കറിയിൽ ചേർക്കാം. ഇനി ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും, സൺഫ്ലവർ ഓയിൽ, ഏകദേശം 2 ടീസ്പൂൺ നെയ്യും ചേർത്തൊന്ന് ചൂടാക്കാം. ചൂടായ ശേഷം കുറച്ച് റൈസനും ഒന്ന് വറുത്ത് കോരി മാറ്റാം. നമുക്ക് കോരി മാറ്റാം. ഓയിൽ തന്നെ നമുക്ക് കാഷ്യൂം കൂടെ വറുത്ത് മാറ്റാം. രണ്ടും കൂടി നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. അതേ ഓയിൽ നമുക്ക് സവാളയും കൂടെ വറുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. അധികം ലേശം ബ്രൗൺ ആയാൽ മതി, അധികം ബ്രൗൺ ആവില്ല. ഇതെല്ലാം വഴഞ്ഞിട്ടുണ്ട്, നമുക്കത് കോരി മാറ്റാം. ഇതെല്ലാം വറുത്തത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് സവാള ഇട്ടൊന്ന് വഴറ്റാം.
ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഉപ്പ് എത്ര ചേർത്തിട്ടുണ്ടെന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വലുതായി വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചാൽ ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഓയിലൊന്ന് മൂത്ത ശേഷം നമുക്ക് ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്യാം. എല്ലാം ചെറുതായൊന്ന് വാടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം തക്കാളി കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് സൈഡിലോട്ട് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. മൂത്ത ശേഷം നമുക്ക് എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയിലേക്ക് 1 കപ്പ് മല്ലിയില, അതോടൊപ്പം തന്നെ 1 കപ്പ് പുതിന ഇല, 1/4 കപ്പ് തൈര്, എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടെ നോക്കിയിട്ട് ബാക്കി ചേർക്കാം. മസാലയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല പറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. അത് നമുക്ക് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൽ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഒണിയനും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും മിക്സ് ചെയ്ത് സ്പൂൺ മാറ്റി ഞാൻ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും. മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ചിക്കൻ വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റ് കൂടി തുറന്നൊന്ന് നോക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ജീരകശാല അരി, ഈ ബ്രാൻഡിൻ്റെ റോസ് ബ്രാൻഡ് ജീരകശാല അരിയാണ് ഞാൻ ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. ഇത് 2 ഗ്ലാസ് അരി, നമുക്ക് 2.5 ഗ്ലാസ് അരി വേണം. ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ മതി. ഒരുപാട് സമയമൊന്നും കുതിരേണ്ട, ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചിക്കൻ ബിരിയാണി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണിത്. ഉപ്പൊന്ന് നോക്കാം.
ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇത് ഇരുന്ന് കുറേ വറ്റും. നമുക്കിനി ഇതിനാവശ്യമുള്ള റൈസ് തയ്യാറാക്കാം. നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിൽ ബിരിയാണി ചോറ് ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതോടൊപ്പം തന്നെ ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഈ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മിൽമയുടെ പ്യുവർ ഗീ. 3 ബേ ലീഫ്, 2 കഷ്ണം പട്ട, ഗ്രാമ്പു, 1 തക്കോലം, 4 ഏലക്ക, പെരിഞ്ജീരകം, ചെറിയ ജീരകം, 4 കുരുമുളക്, ഇത്രയും ചേർക്കാം. അത് ചൂടാറട്ടെ. അതൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ റൈസ് ചേർക്കാം. കൈമ റൈസ് റൈസാലുണ്ട്. ഈ അരി ഒന്ന് പൊടിഞ്ഞു പോകാൻ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഓയിൽ കിടന്നതൊന്ന് മൂക്കട്ടെ. റൈസിലേക്ക് ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. അതൊന്ന് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. അരിയെല്ലാം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. നമുക്ക് ഈ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഈ സ്പൂണിൻ്റെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ തിള വരുമ്പോൾ അത് ലോ ഫ്ലെയിം ആക്കാം. വേവിക്കത്തിൻ്റെ അടപ്പിൽ തുറക്കാം. റൈസെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിലിട്ട് തിളപ്പിക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ചു. നമുക്കത് പറ്റുന്നതിന് മുമ്പ് നാരങ്ങ നീരും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായി ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് ദമ്മിടാം. ചോറെല്ലാം വെന്ത് തണുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. കുറച്ച് റൈസ് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. കുറച്ച് നെയ്യ് അടിക്ക് പിടിക്കാതിരിക്കാൻ 2 സൈഡിൽ.
ഗ്രേവി എടുത്ത് വയ്ക്കാം. ചിക്കൻ്റെ ഗ്രേവി എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ചോറ് ഇതിൻ്റെ മുകളിലോട്ടിടാം. എല്ലാ ചോറും അതേപോലെ തന്നെ ഇടാം. ഇടുന്നതിന് മുമ്പായി നമുക്ക് പാല് മഞ്ഞൾപ്പൊടി കലക്കിയത് കുറച്ച് ചേർക്കാം. ഒരു കളറ് കിട്ടാനായാണ്. പിന്നെ കുറച്ച് മല്ലിയില, പുതിന ഇല, ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂ റൈസൻ, നമുക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ മുകളിലോട്ട് ചേർക്കാം. നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് ജാമ്യനിടാം. ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. നമുക്ക് ഫോയിൽ പേപ്പർ തുറക്കാം. നമുക്ക് കുറച്ച് ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് ചിക്കൻ ബിരിയാണി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണി റെഡി.